കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൽ സാങ്കേതിക വിദ്യയുടെ വേറിട്ട അനുഭവം സമ്മാനിച്ച് കേരള സ്റ്റാർട്ടപ്പ് മിഷൻ. കൊച്ചിയിലെ ഫാബ് ലാബിൽ നിർമ്മിച്ച ഇൻസ്റ്റലേഷനാണ് എല്ലാവരെയും ആകർഷിക്കുന്നത്. ഫാബ് അക്കാദമിയിലെ കുട്ടികളുടെ നൂതന പ്രോജക്റ്റുകളും ഇവിടെ പരിചയപ്പെടുത്തുന്നുണ്ട്. ഏണസ്റ്റ് ഹെമിംഗ്വേയുടെ ഓൾഡ് മാൻ ആൻഡ് ദ സീ എന്ന വിഖ്യാത നോവലാണ് കേരള സ്റ്റാർട്ടപ്പ് മിഷന്റെ ഇൻസ്റ്റലേഷന് പ്രചോദനമായത്. സാന്റിയാഗോ എന്ന മുക്കുവനും മാർലിൻ എന്ന ഭീമൻ മത്സ്യവുമായുള്ള മൽപ്പിടുത്തം കൊച്ചി ഫാബ് ലാബിൽ നിർമ്മിച്ച സാങ്കേതിക വിദ്യയിലൂടെ കലാപരമായ സംവേദനം സാധ്യമാക്കുന്നു. കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ വേദിയിൽ സാഹിത്യവുമായി ബന്ധപ്പെട്ട ആശയം അവതരിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് കാർഡ്ബോർഡിൽ ഇത്തരമൊരു ആശയം സജ്ജീകരിച്ചതെന്ന് കേരള സ്റ്റാർട്ടപ്പ് മിഷൻ പ്രോജക്ട് ഡയറക്ടർ കാർത്തിക് പറഞ്ഞു. കലാ സാഹിത്യം അല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ സാങ്കേതിക വിദ്യ ഒത്തുവരുന്ന രീതിയിലുള്ള ഒരു ടെക് ആർട്ട് ഇൻസ്റ്റലേഷനാണ് നമ്മളിവിടെ ചെയ്തിട്ടുള്ളത്. സാന്റിയാഗോ എന്ന് പറയുന്ന ഒരു മീൻപിടുത്തക്കാരനും ഒരു ജയന്റ് മാർലിനും അതികായനായ ഒരു മത്സ്യവും അവർ തമ്മിലുള്ള ഒരു കഥയുണ്ട്. അപ്പോൾ അവരുടെ സംഘർഷത്തിൻ്റെ കഥയാണ് ഈ നോവലിൽ പ്രധാനമായിട്ടും വരുന്നത്. അതിനെയാണ് നമ്മൾ ടെക്നോളജി ഉപയോഗിച്ചിട്ട് അതിനെ ഇവിടെ ആവിഷ്കരിക്കാനുള്ള ശ്രമം നടത്തിയിട്ടുള്ളത്. അമേരിക്കയ്ക്ക് പുറത്ത് MIT സ്ഥാപിച്ച ആദ്യ സൂപ്പർ ഫാബ് ലാബ് കേരള സ്റ്റാർട്ടപ്പ് മിഷന് കീഴിൽ കൊച്ചിയിലാണ് പ്രവർത്തിക്കുന്നത്. യോഗ്യരായ പെൺകുട്ടികൾക്ക് 95% സ്റ്റൈപ്പൻഡോടെ ഇവിടെ പഠനം നടത്താം. നിലവിലെ ബാച്ചാണ് ഇൻസ്റ്റലേഷൻ പിന്നിൽ. എക്സ്ക്ലൂസീവ്ലി ഫോർ വിമൻ ആണ്. ആൻഡ് ഇഫ് യു ആർ സമ്മൺ ഏത് ഡിസിപ്ലിനിലായിക്കോട്ടെ, if you are an engineer, artist or architect, if you want to do more, if you have always wanted to do more, you can definitely do this course. 3D പ്രിന്റിംഗ് അടക്കമുള്ള ഫാബ് ലാബ് ഉൽപ്പന്നങ്ങൾ സമഗ്ര ശിക്ഷാ കേരളയുമായി സഹകരിച്ച് സ്റ്റാർട്ടപ്പ് മിഷൻ സ്കൂൾ കുട്ടികൾക്കായി തയ്യാറാക്കിയ പ്രോജക്റ്റുകൾ എന്നിവയും സ്റ്റാളിൽ പരിചയപ്പെടുത്തുന്നു. കാർഡ്ബോർഡ് മാത്രം ഉപയോഗിച്ച് തയ്യാറാക്കിയ കസേരകളും സ്റ്റാർട്ടപ്പ് മിഷൻ സ്റ്റാളിലെ മുഖ്യ ആകർഷണമാണ്. കൈരളി ന്യൂസ്, കോഴിക്കോട്.